ഇപ്പോൾ വി രാജേഷിന്റെ പ്രതികരണം കൗൺസിലറായിട്ടുണ്ട്. നമുക്കറിയാം അവിടെ സ്ഥലപരിമിതിയുണ്ട്. അപ്പോൾ ശ്രീലേഖ ചേച്ചിയും വി കെ പ്രശാന്ത് MLA തമ്മിൽ വർഷങ്ങളായി വളരെ വ്യക്തിപരമായ അടുപ്പമുണ്ട്, സൗഹൃദമുണ്ട്. അവർ തമ്മിൽ പല കാര്യങ്ങളിലും ഒരു പോലീസ് ഓഫീസർ എന്നുള്ള നിലയ്ക്കും അദ്ദേഹം അന്ന് മേയറായിരുന്നു, അതിനുശേഷം MLA ആയ സമയത്തൊക്കെ തന്നെ പല കാര്യങ്ങളിലും ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സൗഹൃദ വച്ചിട്ട് എൻ്റെ ഓഫീസ് കുറച്ച് സ്പേസ് കുറവാണ്, താങ്കൾ എപ്പോഴെങ്കിലും ഒന്ന് മാറുന്ന ഒരു സാഹചര്യം ആലോചിച്ചിട്ട് സമയമെടുത്ത് മാറുന്ന ഒരു സാഹചര്യം കൊണ്ടുവന്നു. ഇന്ന് ഫോണിൽ ചോദിച്ചു, ഫോൺ കോൾ അത്രമാത്രമാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ അതിന് ഇത്രത്തോളം രാഷ്ട്രീയവൽക്കരിച്ച് ഒരു ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ് അഭിപ്രായം. അത്രേ അതിൽ സംഭവിച്ചിട്ടുള്ളൂ. അല്ല, ഞാൻ പറയുന്നത് ഈ എൻ്റെ റൂമിൽ സ്പേസ് കുറച്ച് കുറവാണ്. പൊതുജനങ്ങളൊക്കെ ഇപ്പം മധുചേട്ടൻ ഒരു പുരുഷൻ ഒരു ഓഫീസ് കൈകാര്യം ചെയ്യുന്നത് പോലെ അല്ല ഒരു വനിത. കുറച്ച് അല്ല ആ റൂമിലല്ല. അല്ല, ബിന്ദു എന്ന കൗൺസിലർ ഇപ്പോൾ MLA ഇരിക്കുന്ന റൂമിലാണ് ഇരിക്കുന്നത്. ബിന്ദു കൗൺസിലറാണ് MLAക്ക് ഈ റൂം ഒഴിഞ്ഞു കൊടുത്തത്. ഞാൻ ആ ഭാഗത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. താങ്കൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇത് പരാമർശിച്ചത്. അത് നമുക്കിപ്പോൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഒരു വനിത ഒരു കൗൺസിലറായിട്ട് വരുമ്പോൾ അവരെ കാണാനായിട്ട് വ്യക്തിപരമായിട്ട് വരുന്നവർ, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അവിടുത്തെ ബാത്റൂമിൻ്റെ സൈഡിലൊക്കെയാണ് ഫയലും ടേബിളും ഒക്കെ വച്ചിരിക്കുന്നത് ആ കൗൺസിലറുടെ ഓഫീസിൽ. മധുചേട്ടൻ പുരുഷനായതുകൊണ്ടും അദ്ദേഹത്തിന് അത്യാവശ്യം പ്രാഥമിക കൃത്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ അവിടെ തന്നെ പോകാനുള്ള വീടൊക്കെ അടുത്തുള്ളത് കൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹം ആ ഓഫീസ് ഉപയോഗിച്ച് പോയത്. അപ്പോൾ ഇവർ വന്നപ്പോൾ അവർ തമ്മിലുള്ള വ്യക്തിബന്ധം വെച്ചുകൊണ്ട് ചോദിച്ചു, സമയമെടുത്ത് ആലോചിച്ചിട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ശ്രീലേഖ ചേച്ചി എന്നെ വിളിച്ചിരുന്നത് കഴിഞ്ഞിട്ട് വാർത്തകളൊക്കെ വന്നതിന് ശേഷം ഞങ്ങൾ സംസാരിച്ചിരുന്നു. പിന്നെ അല്ല, അങ്ങനെയല്ല സനകാത് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ വേണമെന്നില്ലല്ലോ. അതായത് അവർക്ക് തമ്മിൽ നല്ല അടുപ്പം ഉള്ളപ്പോഴേക്കും എനിക്ക് അവിടെ കുറച്ച് സ്ഥലപരിമിതിയുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ഉണ്ടോ? ഒരുപക്ഷെ പീരീഡ് അസംബ്ലിയുടെ കഴിയല്ലേ, അതൊക്കെ മനസ്സിൽ വെച്ചിട്ടായിരിക്കും ചോദിച്ചത്. തീർച്ചയായും അതാണ് രാജേഷിന്റെ മേയറുടെ വിശദീകരണം. സാരംഗ്, ഇതാണ് അവിടെ സംഭവിച്ചത് എന്നാണ് വി രാജേഷിനും മനസ്സിലായിരിക്കുന്നത്. പക്ഷേ CPM നേതാക്കൾ തൽക്കാലം വിടാൻ ഒരുക്കമല്ല അല്ലേ? തീർച്ചയായും ഒരു വീണ് കിട്ടിയ അവസരം എന്ന രീതിയിൽ തന്നെയാണ് അവർ ഈ ഒരു സാഹചര്യത്തിന്റെ പ്രതികരണമടക്കം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാകും. കൃത്യമായി, അതായത് തുടക്കം തൊട്ട് തന്നെ ഈ ഒരു വിവരമടക്കം, അതായത് ഒരു ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞു എന്ന തരത്തിലായിരുന്നു പ്രതികരണം വന്നത്. അതിനുശേഷം ഈ ഒരു മുറിയുടെ പരിമിതി അടക്കം വിശദീകരിച്ചുകൊണ്ട് പിന്നീട് അവിടെ ശ്രീലേഖ എത്തുന്നു. ഒപ്പം ആ സമയത്ത് തന്നെ വി കെ പ്രശാന്തും അവിടേക്ക് എത്തുന്നു. പക്ഷേ ഇതിൽ ഒരു കുറെ കാലമായി ഇവിടെ തുടരുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഓഫീസ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു MLA ഓഫീസിൽ നിന്നും മാറേണ്ട ഒരു സാഹചര്യമില്ല. മാത്രമല്ല അടുത്ത വർഷം മാർച്ച് 31 വരെ ഈ ഒരു എഗ്രിമെന്റ് നിലനിൽക്കുന്നുണ്ട്, കൃത്യമായി വാടക നൽകുന്നുണ്ട്. അപ്പോൾ മാറേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല. പക്ഷേ ഒരു മേയറുടെ, അതായത് ഒരു നഗരസഭാ കമ്മിറ്റി ചേർന്ന് ഇതിൽ തീരുമാനമെടുത്ത് മാറാനുള്ള ഒരു നിർദ്ദേശം നൽകുകയാണെന്നുണ്ടെങ്കിൽ പക്ഷേ അതിന് നിയമപരമായി തന്നെ നേരിടുമെന്നായിരുന്നു വി കെ പ്രശാന്തിന്റെ അടക്കം ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. പക്ഷേ ഇതൊരു തീർത്തും ഒരു ലളിതമായ അല്ലെങ്കിൽ ഒരു സൗഹൃദ സംഭാഷണം എന്ന തരത്തിലേക്കായിരുന്നു പിന്നീട് ശ്രീലേഖ ഈ ഒരു വിഷയത്തെ മാറ്റിയെടുത്തത്. കാരണം വർഷങ്ങളായി പരിചയമുള്ള ഒരാളോട് തന്റെ ഓഫീസ് മുറിയുടെ ഒരു പരിമിതികൾ വിശദീകരിച്ചു. അത്തരത്തിലുള്ള അതിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി തരാൻ പറ്റുമോ, അല്ലെങ്കിൽ അതൊരു ഒഴിഞ്ഞു തരാൻ പറ്റുമോ എന്ന രീതിയിലേക്ക് ആവശ്യപ്പെട്ടു എന്ന് മാത്രമാണ്. അല്ലാതെ ഒഴിഞ്ഞു പോകാൻ വേണ്ടി ധാർഷ്ട്യത്തോടെ ആവശ്യപ്പെട്ടില്ല എന്നാണ് ശ്രീലേഖ അടക്കം നമ്മോട് പ്രതികരിച്ചത്. അത് നേരത്തെ നമ്മൾ വിശദമായി പറയുകയും ചെയ്തതാണ്. പക്ഷേ ഒരു ഓഫീസിന്റെ ഒരു പ്രത്യേകത നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ MLAയുടെ ഓഫീസിനകത്ത് കയറിയിട്ട് വേണം കൌൺസിലറുടെ ഓഫീസിനകത്തേക്ക് കയറാൻ. മാത്രമല്ല ഒരു വലിയൊരു ഭാഗം ശുചിമുറി അല്ലെങ്കിൽ ഒരു ബാത്റൂമിന് വേണ്ടി ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ആ ഒരു ബാത്റൂമിനകത്ത് ആണ് ഈ ഒരു ഷെൽഫും ഈ ഒരു ഔദ്യോഗിക രേഖകളടക്കം സൂക്ഷിച്ചിരിക്കുന്ന അലമാരയടക്കം ഇതിനകത്താണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്ഥലപരിമിതിയുടെ വിഷയം മുൻ കൌൺസിലർ അടക്കം പ്രതികരിച്ചിരുന്നു. പക്ഷേ അത് ന്യായമായ രീതിയിലല്ല ആവശ്യപ്പെട്ടത്. ഒരു BJPയിലേക്ക് ഭരണം മാറിയതിന്റെ ഒരു ധാർഷ്ട്യത്തോടു കൂടിയാണ് ആവശ്യപ്പെട്ടത്. ഒപ്പം തന്നെ മേയർ സ്ഥാനം ലഭിക്കാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് തന്നോട് പ്രകടിപ്പിച്ചു എന്നടക്കം പ്രശാന്ത് പ്രതികരിക്കുകയും ചെയ്തു. അതായത് തനിക്ക് മേയർ സ്ഥാനം ലഭിച്ചില്ല, അതുകൊണ്ട് ഇവിടെ തുടർന്നല്ലേ പറ്റുള്ളൂ, അതുകൊണ്ട് ഇതിലൊരു തീരുമാനം അല്ലെങ്കിൽ ഒരു സൗകര്യം ഒരുക്കി തരണം അല്ലെങ്കിൽ ഒഴിഞ്ഞു തരണം എന്നാണ് ആവശ്യപ്പെട്ടതെന്നാണ് പ്രശാന്ത് അടക്കം ആവശ്യപ്പെട്ടത്. വരുന്നതിലൊരു വലിയ രാഷ്ട്രീയ തർക്കം അങ്ങനെ പെട്ടെന്ന് അവസാനിക്കുന്നില്ല.